ഈ ആംബുലൻസ് കടന്നു പോകുന്ന വഴിയിൽ ഏതെല്ലാം വഴിയിലൂടെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ പോലീസ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് റോഡ് മാർഗം ഇപ്പോൾ അമൃത ആശുപത്രിയിൽ നിന്നും പുറപ്പെടുന്ന ആംബുലൻസ് ആദ്യം അത് കുന്നംപുറം ജംഗ്ഷനാണ്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളുടെ ഒരു ലിസ്റ്റ് പോലീസ് തന്നിട്ടുണ്ട്. കുന്നംപുറം ജംഗ്ഷൻ, അവിടെ നിന്നും എടപ്പള്ളിയിലേക്ക് പോകും. എടപ്പള്ളിയിൽ നിന്ന് വൈറ്റിലയിൽ നിന്നും കുണ്ടന്നൂർ വഴി അത് തൃപ്പൂണിത്തറ ബൈപ്പാസ് കയറി കാഞ്ഞിരമറ്റം, അങ്ങനെ തലയോലപ്പറമ്പ്, കടത്തുരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം, ചെങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, അടൂർ, കൊട്ടാരക്കര, കിളിമാനൂർ, വെഞ്ഞാറമൂട് വഴി കഴക്കൂട്ടത്ത് നിന്നും അവിടെ കിംസ് ആശുപത്രിയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ പ്രധാനമായും ഈ പറഞ്ഞ ജംഗ്ഷനുകൾ, ഇല്ലെങ്കിൽ തിരക്കേറിയ ദിവസമാണ് ഇന്നിപ്പോൾ, വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ ഈ വീതികളിലെല്ലാം രാത്രിയാകുമ്പോൾ തിരക്ക് നടക്കും. അതുപോലെ വഴിയുടെ എല്ലാം ഈ ജോലികൾ, റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ, അങ്ങനെ പല വിധത്തിലുള്ള തിരക്കിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുകൂടി ഈ ആംബുലൻസ് കടന്നു വരുമ്പോൾ അത് ശ്രദ്ധിക്കുക. ആംബുലൻസിൻ്റെ നമ്പർ KL 07DF 3177, അമൃത ആശുപത്രിയുടെ തന്നെ D ലെവൽ ICU സജ്ജീകരണമുള്ള ആംബുലൻസ് ആണ്. അപ്പോൾ ഈ ആംബുലൻസ് കടന്നു വരുമ്പോൾ ഇതിന് മുൻപിലായി പോലീസിന്റെ അടക്കമുള്ള എസ്കോർട്ട് ഉണ്ട്. ഇവിടെ നിന്നും എളമക്കര പോലീസ് സ്റ്റേഷന്റെ വാഹനമാണ്, പൈലറ്റ് വാഹനമാകും എസ്കോർട്ട് പോകുക. അത് സിറ്റി പരിധി വിട്ട് റൂറൽ പരിധിയിൽ മാറുമ്പോൾ മറ്റു സ്റ്റേഷനുകൾ അതിന്റെ എസ്കോർട്ട് പൈലറ്റ് ഏറ്റെടുക്കും. അങ്ങനെ പോലീസ് അകമ്പടിയോട് കൂടിയാകും ഈ ആംബുലൻസ് സഞ്ചരിക്കുക. ഏതായാലും സഞ്ചരിക്കുന്ന പ്രധാന വഴികളെല്ലാം അത് ആളുകളിലേക്ക് എത്തിച്ച് അവർ തന്നെ സ്വയം കുറച്ച് മാറണമെന്നുള്ള തരത്തിലുള്ളൊരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട ഒരു ആവശ്യകത ഇതിനുണ്ട്. കാരണം കൊച്ചു കുട്ടിയുടെ അവയവമാണ്, അത് തന്നെ എത്രയും മറ്റു രോഗികൾക്ക് കൊടുക്കുമ്പോഴും അതിൻ്റെ എല്ലാം ഒരു സങ്കീർണത ഇതിലുണ്ട്. ആ ഒരു എല്ലാ സങ്കീർണതയും ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു അതിസാഹസികമായിട്ടുള്ള ഈ ഒരു അവയവ കൈമാറ്റം, ഇല്ലെങ്കിൽ അവയവ മാറ്റത്തിന് വേണ്ട നടപടികൾ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ എത്രയും വേഗം തന്നെ എത്തിക്കുക, 3 മണിക്കൂറിൽ താഴെയുള്ള സമയത്ത് എത്തിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമായി പറയുന്നത്. അതിനുവേണ്ട പൊതുജനങ്ങളുടെ അടക്കമുള്ള സഹകരണം ഇതിൽ പോലീസും അതുപോലെ തന്നെ ഈ ആശുപത്രി അധികൃതരും തേടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട നടപടികൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഏതായാലും ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ആ കുട്ടിയുടെ മൃതദേഹവും അതുപോലെ തന്നെ അവയവവും ഈ പുറത്തേക്ക് ആശുപത്രിയുടെ ശസ്ത്രക്രിയാ മുറിയിൽ നിന്നും പുറത്തെത്തിച്ച് ഇവിടെ ഈ കാണുന്ന, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു, അവിടെ വെച്ച് ഒരു ചെറിയ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം അത് ആംബുലൻസിലോട്ട് കയറ്റി ആംബുലൻസ് ഇവിടെ നിന്നും പുറപ്പെടും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും റോഡ് മാർഗം തിരുവനന്തപുരത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇനി വരാനിരിക്കുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം. ഇത് റോഡ് മാർഗം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ അത് എത്രയും വേഗം തന്നെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം. ഇനിയിപ്പോൾ കടക്കാനുള്ളത് അതാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ശസ്ത്രക്രിയ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മൃതദേഹവും അതുപോലെ തന്നെ അവയവങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അത് ആശുപത്രി ആംബുലൻസിൽ D ലെവൽ സൗകര്യമുള്ള അമൃത ആശുപത്രിയുടെ തന്നെ ആംബുലൻസ് ആണ്. ആ ആംബുലൻസിൽ എത്രയും വേഗം തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ വേണ്ട യാത്ര ഉടനെ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം.